ശരിക്കും ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഈശോ വെളിപ്പെടുത്താൻ അവരുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, താമസിക്കുന്ന സ്ഥലത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പരിശുദ്ധമായ ഒരു പ്രേരണ തന്നു. എന്നിട്ട് ഈ മനുഷ്യൻ തലേക്ക് വെച്ചിട്ട് ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ആ മക്കളുടെ വീടിന് ചുറ്റുപാടിനയുടെ തിരുരക്തം തളിച്ച് സംരക്ഷണം കൊടുക്കണമേ, തിരുരക്തം തളിച്ച് സംരക്ഷിക്കണമേ. എന്താണെന്നറിഞ്ഞുകൂടെ കർത്താവ്. ഈ മകൻ്റെ കരുണയായിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വലിയ മനുഷ്യനാണ്, പുള്ളി അടിച്ചു കിട്ടി താഴോട്ട് വീണു. പിന്നെ അവിടെ കൊണ്ടൊന്ന് ഉരുളുക കിടന്നു ഭയങ്കരമായിട്ട്. അന്നൊരു 10-15 മിനിറ്റ് നേരെ മനുഷ്യൻ ശേഷം വിശുദ്ധ ജലമൊക്കെ തെളിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, സാരമില്ല പൊക്കോ, 2-3 ശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരാവോ എന്നൊക്കെ ചോദിച്ചു. വന്നേക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയിട്ട് ഒരു 2-3 ശനിയാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം വന്നു. എന്താ വെച്ചാൽ ഭയങ്കര മാറ്റം. ഈ ഷുഗർ രോഗം തന്നെ ഭയങ്കര മാറ്റം വന്നു, ഒത്തിരി കൺട്രോൾഡായി. പിന്നെ വരുമ്പോൾ മുഖത്ത് ഭയങ്കര പ്രകാശം സംഭവിക്കുക. ശരിക്കും ഇത് വലിയൊരു മേഖല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് എല്ലാം തിന്മയുടെ ശക്തി എന്നല്ല, എല്ലാ മേഖലയും അതിനെക്കുറിച്ച് പഠിക്കണം. എല്ലാത്തിനും തിന്മയുടെ ശക്തിയായിട്ടില്ല. ഇത് അതാണ് ഡിസേൺമെൻറ്റ്, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ്, വിവേചന വരം. ഇത് തിന്മയുടെ ശക്തിയാണോ? ഇതെന്താണ് വന്നത്? നാട്ടിലാണോ? ശരിക്കും അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ പറ്റും. എന്താണ് ഓരോന്നിനും ചെയ്യേണ്ടത്? ചിലതിന് മരുന്ന് കൊടുക്കണം, ചിലതിന് പ്രാർത്ഥിച്ചാൽ മാത്രം. മരുന്ന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വെറുതെ മരുന്ന് കൊടുത്ത് ആളെ രോഗിയാക്കി കളയാന്നല്ലാതെ ഒരു കാര്യമില്ല. ചിലർക്ക് മരുന്ന് കൊടുക്കുക തന്നെ ചെയ്യണം. ചിലർക്ക് പ്രാർത്ഥന തന്നെ കൊടുത്താലേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. സർവ്വ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. എനിക്കറിയാം, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാൾ